ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഒരു മാസത്തോളമായി നമ്മളിങ്ങനെ ഇരുന്ന് സംസാരിച്ചിട്ടല്ലേ. അതിൻ്റെ കാരണം വേറൊന്നും അല്ല കേട്ടോ. ഇമ്മീഡിയറ്റ് ആയിട്ട് ഇങ്ങനെ പെട്ടെന്നൊരു വിസ റൂളിലൊക്കെ ചേഞ്ച് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കും വിചാരിച്ചതിനേക്കാളും കുറച്ച് മുന്നേ ഞങ്ങളുടെ വിസയുടെ കാര്യങ്ങളൊക്കെ പ്രോസസ്സ് ചെയ്യേണ്ട വന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കല്ലായിരുന്നു, ടെൻഷൻസുമായിട്ട് നടക്കുമായിരുന്നത് കൊണ്ട് ആണ് കുറച്ച് നാളായിട്ട് വീഡിയോസ് ഒന്നും ഉണ്ടാവാണ്ടിരുന്നത്. അപ്പോൾ എന്ത് പറ്റി എന്ന് ചോദിച്ചവരോടെല്ലാം ഇതായിരുന്നു കാരണം. അന്വേഷിച്ചതിനൊക്കെ ഒരുപാട് നന്ദി. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയുടെ കാരണം വേറൊന്നുമല്ല. ഇപ്പം നമുക്കറിയാം അല്ലേ, നമ്മൾ പലയിടത്തുനിന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ട്, യു കെയിൽ പലയിടത്തും പല ഇൻസിഡൻസും, ഇപ്പോൾ റേസിസം റിലേറ്റഡ് ആയിട്ടൊക്കെ പല ഇൻസിഡൻസും അറ്റാക്കുകളും ഒക്കെ റിപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട്. യു കെയിൽ മാത്രമല്ല, നമ്മുടെ അയർലൻഡിൽ നിന്ന് കേട്ടു, അങ്ങനെ പല ന്യൂസുകളും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കെങ്കിലും ഒക്കെ ആരെങ്കിലും ഒക്കെ നാട്ടിൽ നിന്ന് വിളിക്കുമ്പോൾ ചോദിക്കേണ്ടത്, നിങ്ങൾ സേഫ് അല്ലേ, നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ. അപ്പോൾ അങ്ങനെ കുറേ റിപ്പോർട്ടുകളും കാര്യങ്ങളും ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചിന്തിച്ചത്, ഓക്കെ, നമ്മൾ പലയിടത്തും ഇങ്ങനെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതെല്ലാം എവിടെയോ നടന്ന ഇൻസിഡൻസ് മാത്രമാണ്. നമ്മൾ നേരിട്ടത് കാണുന്നോടം വരെയോ അല്ലെങ്കിൽ നമ്മളത് ഫേസ് ചെയ്യേണ്ടോടം വരെയോ അത് എവിടെയൊക്കെ നടന്ന ഇൻസിഡൻസ് മാത്രമായിരിക്കും. ഇൻ കേസ് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോവേണ്ടി വന്നാൽ എന്ത് ചെയ്യും? മീൻസ് ഇപ്പം നമുക്ക് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാനൊന്നും ആരുമില്ല, നമ്മുടെ ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ആരും ഒന്നും നമുക്ക് ചുറ്റുമൊന്നുമില്ല. നമ്മൾ അങ്ങനെ ഒരു കണ്ടീഷനിൽ കൂടെയാണ് പോകുന്നതെങ്കിൽ എന്തായിരിക്കും ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെ അതിനു വേണ്ടി പ്രിപ്പയർഡ് ആവണം എന്ന് ചിന്തിച്ചപ്പോൾ ആണ് ഇതിനെക്കുറിച്ചൊന്ന് പഠിച്ചാലോ, എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെ ഒന്ന് നോക്കിയാലോ എന്നൊക്കെ വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ എനിക്ക് കിട്ടിയ കുറച്ച് ഇൻഫർമേഷൻസ് ഇതേ തോട്ട് ആരുടെയെങ്കിലും ഒക്കെ കൂടെ മനസ്സിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അതാണ് ഇന്നത്തെ ഈ വീഡിയോയുടെ ഉദ്ദേശം. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന്. ഈ ഒരു ടോപ്പിക്ക് റിലേറ്റഡ് ആയിട്ട് സംസാരിക്കുന്ന വീഡിയോസിന്റെ ഒക്കെ കമന്റ് സെക്ഷൻ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പല അഭിപ്രായങ്ങൾ കാണാൻ കഴിയും കേട്ടോ. പല വ്യൂ പോയിന്റ് ആണ് എല്ലാവർക്കും ഇതിനെക്കുറിച്ചൊക്കെ ഉള്ളത്. ഇപ്പോൾ ഇങ്ങനെ ഒരുപാട് സ്റ്റുഡൻസ് കയറി വന്നതുകൊണ്ടാന്ന് പറയുന്നവരുണ്ട്, നമ്മൾ ഇവിടുത്തെ നിയമങ്ങൾ പ്രോപ്പറായിട്ട് പാലിക്കാത്തതുകൊണ്ടാന്ന് പറയുന്നവരുണ്ട്, തിരിച്ച് നാട്ടിലോട്ട് പോരേന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ പല പല ഒപ്പീനിയൻ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. പക്ഷെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി അല്ലെങ്കിൽ എവിടെയൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് എല്ലാം ഇട്ടെറിഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് പോവുക, അതൊന്നും ഒരിക്കലും പ്രാക്ടിക്കൽ ആവുന്ന കാര്യമല്ല. ഇപ്പം ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഇവിടെയൊക്കെ സ്വന്തമായിട്ട് വീടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് സെറ്റിൽ ആയവരായിരിക്കും. അതല്ലെങ്കിൽ വർക്ക് വിസയിലൊക്കെ നിൽക്കുന്നവരാണെങ്കിലും ഇപ്പം നമുക്കറിയാം, ഹെൽത്ത് ആൻഡ് കെയർ വിസ ഒഴികെ ബാക്കി ഏത് കാറ്റഗറി നോക്കിയാലും ഒരു പെർ പേഴ്സൺ ഒരു 5 ലക്ഷം രൂപയുടെ മുകളിലൊക്കെ എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിൽക്കുന്നവരായിരിക്കും. ഈവൻ സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും ഒരു 10-20 ലക്ഷം രൂപയൊക്കെ മുടക്കി ഇങ്ങോട്ടേക്ക് കയറി വന്നേക്കുന്നവരായിരിക്കും. അതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് ഇട്ടറിഞ്ഞിട്ട് ഒരു തല്ല് കിട്ടിയെന്നും പറഞ്ഞുകൊണ്ടൊന്നും പോവലൊന്നും നടക്കുന്ന കാര്യമല്ല. പ്രാക്ടിക്കലി നമ്മൾ ചിന്തിക്കുമ്പോൾ അതൊന്നും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇൻ കേസ് അങ്ങനെ ഇപ്പോൾ ഈവൻ നമ്മളൊരു നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് നമുക്ക് അങ്ങനെ ഫേസ് ചെയ്യേണ്ട വന്നു, എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അതുപോലെ തന്നെ എനിക്കിവിടെ നമ്മുടെ കൊളീഗ് അവരോടൊക്കെ ഇവിടെ ലോക്കലി ഉള്ളവരോട് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഈ ലീഗൽ ഇമിഗ്രൻറ്റും ഇല്ലീഗൽ ഇമിഗ്രൻറ്റും അതൊന്നും പെട്ടെന്ന് അങ്ങനെ എല്ലാവർക്കും അറിയണ കാര്യമൊന്നുമല്ല. അവരുടെ കണ്ണിൽ നോക്കുമ്പോൾ എല്ലാവരും ഇമിഗ്രൻസ് മാത്രമാണ്. നമ്മൾ ഇത്രത്തോളം എമൗണ്ട് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നതെന്നൊക്കെ ഈവൻ ഇപ്പൊ കുറച്ച് പേർക്കെങ്കിലും ഒക്കെ അറിയായിരിക്കും. നമ്മുടെ വിസയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ ടോപ്പ് മാനേജേഴ്സിനൊന്നും ചിലപ്പം ഇതിനെക്കുറിച്ച് അത്ര വലിയ ഐഡിയ ഒന്നുമില്ല. മീൻസ് ഇത്രത്തോളം എമൗണ്ട് ഇതിന് നമ്മൾ ചെലവാക്കുന്നുണ്ടെന്നും നമ്മൾ ഇത്രത്തോളം IHS ഫീസും വിസ ഫീസും ഒക്കെ ഇത്രത്തോളം നമ്മൾ പേ ചെയ്തിട്ടാണ് ഇവിടെ നിൽക്കുന്നതെന്നൊന്നും അവർക്ക് പോലും ചിലപ്പോൾ അത്ര ഐഡിയ ഉണ്ടാവാറില്ല. അപ്പൊ പിന്നെ നമ്മൾ സാധാരണക്കാരുടെ കാര്യം പറയണോ? അപ്പം ഈ ലീഗൽ ഇമിഗ്രന്റ് ആണോ ഇല്ലീഗൽ ഇമിഗ്രന്റ് ആണോ എന്നൊന്നും നോക്കിയിട്ടല്ല അറ്റാക്ക് ചെയ്യാൻ വരുന്നവർ അറ്റാക്ക് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അവരുടെ കണ്ണിൽ എല്ലാവരും അങ്ങനെ തന്നെയാണ്, ഇമിഗ്രൻസ് ആണ്, ഇവിടെ അങ്ങോട്ടേക്ക് വന്നേക്കുന്നവരാണ്. അപ്പോൾ അതിനകത്ത് വലിയ വ്യത്യാസമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. അപ്പോൾ ഇങ്ങനൊരു ഇൻസിഡന്റ് ഉണ്ടായാൽ നമ്മൾ ആദ്യം നോക്കേണ്ട കാര്യം നമ്മുടെ സേഫ്റ്റി എൻഷുർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഇമ്മീഡിയറ്റ് സേഫ്റ്റി എന്നുള്ളതാണ് മസ്റ്റായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. കഴിയുന്നതും ഒരു ഒറ്റപ്പെട്ട ഏരിയയിലൊക്കെ വെച്ചാണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ ആളുകളുള്ള ഒരു ഏരിയയിലേക്ക് മാറാനായിട്ട് നോക്കുക. അതുപോലെ CCTV വിഷ്വൽസ് ഒക്കെ കിട്ടുന്ന ഒരു ഏരിയയൊക്കെ ആണെങ്കിൽ, ഇപ്പൊ തല്ല് കിട്ടുന്നതിൻ്റെ ഇടയ്ക്ക് CCTV ഉണ്ടോ എന്ന് നോക്കാനൊന്നും പറ്റില്ല. പക്ഷെ നമ്മൾ റെഗുലറി ഡെയിലി നടക്കുന്ന ഏരിയയൊക്കെ ആണെങ്കിൽ നമുക്ക് ഏറെക്കുറെ ആ ഏരിയയെക്കുറിച്ചൊരു ധാരണയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ ഒരു ഏരിയയിലേക്ക് മൂവ് ചെയ്യാനൊക്കെ നോക്കുവാണെങ്കിൽ നല്ലതാണ്. പിന്നെ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം 999 വിളിക്കുക എന്നുള്ളതാണ്. പോലീസോ ആംബുലൻസോ വിളിക്കുക. ഇൻ കേസ് നമ്മുടെ സിറ്റുവേഷൻ അത്ര സീരിയസ് ഒന്നും അല്ലെങ്കിൽ 101
ആണെങ്കിലും റിപ്പോർട്ട് ചെയ്യാം. പിന്നെ എനിക്കിതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം, ഇൻ കേസ് എന്താണെങ്കിലും നമുക്ക് ചിലപ്പോൾ നമ്മൾ ഫിസിക്കലി നമുക്കൊന്നും പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല, നമ്മളെ മെന്റലി അഫക്റ്റ് ചെയ്തിട്ടുള്ളൂ എന്നിരുന്നാൽ കൂടിയും പറ്റുമെങ്കിൽ നമുക്ക് ANEയിൽ പോവുകയാണെങ്കിൽ നല്ലതായിരിക്കും. നമുക്കിതിൻ്റെ ഫ്യൂച്ചറിലേക്ക് ഇതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളും അല്ലെങ്കിൽ ഇതിനെ റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ നമ്മളിത് ANEയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ANEയിൽ പോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. അതിൻ്റെ കാരണം എന്നാന്ന് നീ പുറകെ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ ഇവിടുത്തെ UK നിയമപ്രകാരം ഇക്വാലിറ്റി ലോ 2010 പ്രകാരം നിങ്ങൾ ലീഗലി ഇവിടെ വന്നിരിക്കുന്ന ഒരാളാണെങ്കിൽ, ലീഗലി ഒരു വിസയിൽ നിൽക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ UK സിറ്റിസണ് എന്ത് പ്രൊട്ടക്ഷൻ കിട്ടുമോ അതേ പ്രൊട്ടക്ഷൻ മീൻസ് അതിനുള്ള സെയിം റൈറ്റ് തന്നെയാണ് നമുക്കും ഉള്ളത് നമ്മുടെ പ്രൊട്ടക്ഷന്റെ കാര്യത്തിൽ. അപ്പോൾ ഈ കൺട്രിക്കും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന കാര്യത്തിൽ അതിൻ്റെതായ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇമിഗ്രൻ്റ് ആണ് എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾ ഒന്നിനും റിയാക്ട് ചെയ്യാണ്ട് ഇരിക്കണം അങ്ങനെയൊന്നുമില്ല. നമുക്ക് നേരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പ്രോപ്പറായിട്ട് ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ റിപ്പോർട്ട് ചെയ്യണം. അത് അവർ ആക്ഷൻ എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, നമ്മൾ മസ്റ്റായിട്ടും അത് റിപ്പോർട്ട് ചെയ്തിരിക്കണം. അവരത് രജിസ്റ്റർ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ എൻഷുർ ചെയ്യണം. ഇൻ കേസ് നമുക്ക് ഡയറക്ട്ലി പോലീസിൽ പോയിട്ട് അതിന്റെ പ്രോസസ്സുകൾ ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഒഫീഷ്യൽ സൈറ്റ് നമുക്ക് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഞാനത് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എവിടെയെങ്കിലും കൊടുത്തേക്കാം. നമുക്ക് അങ്ങനെയും ഈ ഒരു കേസ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. എന്തായാലും എന്ത് ചെറിയ ഇൻസിഡന്റ് ആണെങ്കിൽ കൂടിയും അത് മസ്റ്റായിട്ടും നമ്മൾ റിപ്പോർട്ട് ചെയ്തിരിക്കണം. നമ്മളിപ്പോൾ കേട്ട പല ഇൻസിഡൻസുകളും മജോറിറ്റിയും അത് അങ്ങനെ ഒരു ക്രൈം നടത്തിയിരിക്കുന്നത് മീൻസ് ടീനേജേഴ്സോ 18 വയസ്സിന് താഴെയുള്ളവരൊക്കെയാണ്. പക്ഷെ അങ്ങനെ ആണെങ്കിൽ കൂടിയും ആ കേസ് റിപ്പോർട്ട് ചെയ്യുന്നതിനകത്ത് വേറെ തടസ്സങ്ങളൊന്നുമില്ല. അത് കൈകാര്യം ചെയ്യുന്ന രീതിയിൽ വ്യത്യാസം ഉണ്ടെന്ന് മാത്രമാണുള്ളൂ. നമ്മളത് മസ്റ്റായിട്ടും റിപ്പോർട്ട് ചെയ്തിരിക്കണം. ഇനിയിപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ പോലീസിലൊക്കെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് പോയി, പക്ഷെ അവിടെ നിന്നൊന്നും നമുക്ക് ഒരു വെൽക്കമിങ് അപ്രോച്ച് അല്ല കിട്ടുന്നത്, നമുക്കൊരു സപ്പോർട്ടൊന്നും അവിടെ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെയാണെങ്കിൽ UK പല ഓർഗനൈസേഷൻസ് ഉണ്ട് ഇങ്ങനെ ഒരു റേസിസം അല്ലെങ്കിൽ ഹരാസ്മെന്റ് ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന പല ഓർഗനൈസേഷൻസും ഉണ്ട്. നമുക്ക് അവരെ കോൺടാക്ട് ചെയ്യാനായിട്ട് പറ്റും, അവരുടെ അടുത്ത് നിന്ന് സപ്പോർട്ട് എടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വിക്ടിം സപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. വിക്ടിം സപ്പോർട്ട് സെല്ലുണ്ട്. അവരെ നമുക്ക് കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ അത് 24/7 hours ടോൾ ഫ്രീ നമ്പർ ഒക്കെ ഉണ്ട്. അവർക്ക് ഒരു ഇമോഷണൽ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അവരെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ സ്റ്റോപ്പ് ഹേറ്റ് UK എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നോക്കി കഴിയുവാണെങ്കിൽ നമുക്ക് ഈ ഇൻസിഡന്റ് നമ്മുടെ കോൺഫിഡൻഷ്യാലിറ്റി എല്ലാം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ നമുക്കിത് റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവർ തരുന്നതാണ്. അതുപോലെ തന്നെ ഇൻ കേസ് നമുക്കൊരു ഇതിനെക്കുറിച്ച് ഒരു ലീഗൽ സൈഡിലുള്ള ഒരു സപ്പോർട്ടാണ് നമുക്ക് ആവശ്യം വരുന്നതെങ്കിൽ ദി മോണിറ്ററിംഗ് ഗ്രൂപ്പിനെ അവരെ കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു ലീഗൽ ആയിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം കിട്ടുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ മീൻസ് ഇപ്പം എല്ലാ സ്ഥലങ്ങളിലും ഒക്കെ ആണെങ്കിലും അസോസിയേഷൻസുകളൊക്കെ നല്ല ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ടല്ലോ UK. നമുക്ക് അവരൊക്കെ ആയിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്ത് അപ്പോൾ കുറച്ചും കൂടി നമുക്കൊരു എന്താ പറയുക ഒരു സപ്പോർട്ട് കിട്ടും, ഒരു ഗൈഡൻസ് ഒക്കെ കിട്ടും. അപ്പം ആ രീതിയിൽ നമുക്ക് പോവാവുന്നതാണ്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കുക, ഇൻ കേസ് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി, നമുക്ക് ഫിസിക്കലി നമ്മൾ ശരിക്കും നമുക്ക് കാര്യമായിട്ട് പറ്റി, കുറച്ച് നാളത്തേക്ക് നമുക്ക് വർക്ക് ചെയ്യാനൊന്നും പോകാൻ പറ്റുന്നില്ലാത്തൊരു സാഹചര്യമായി, അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മീൻസ് നമ്മൾ പണിക്ക് പോയാലും പണിക്ക് പോയില്ലെങ്കിലും നമ്മുടെ ചെലവുകളെല്ലാം ഇവിടെ അങ്ങനെ തന്നെയാണല്ലോ. നമുക്ക് റെന്റ് അടയ്ക്കണം, ഫുഡ്, അങ്ങനെ പല ചെലവുകളും ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യും? ആര് നമ്മളെ സപ്പോർട്ട് ചെയ്യും? അതിന് വേണ്ടിയിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പാണ് ദി ക്രിമിനൽ ഇഞ്ചുറീസ് കോമ്പൻസേഷൻ അതോറിറ്റി എന്നുള്ളത്. അവിടെ നമ്മൾ കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ അവരെ അപ്രോച്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ UK സിറ്റിസൺ ആവണം അങ്ങനെയൊന്നുമില്ല. നിങ്ങളൊരു ലീഗൽ വിസയിൽ UK നിൽക്കുന്ന ആളായിരിക്കണം. അതുപോലെ തന്നെ ഈ ഇൻസിഡന്റ് നടന്നിരിക്കുന്നത് UK വെച്ചിട്ടായിരിക്കണം എന്നുള്ളതാണ് അവരുടെ മാനദണ്ഡം പറയുന്നത്. നമുക്ക് ഈ ഇൻസിഡന്റ്, എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ ഈ ഇൻസിഡന്റ് നടന്ന ഒരു 2 year നമുക്കത് റിപ്പോർട്ട് ചെയ്താലും മതിയെന്ന് ഞാൻ എവിടെയോ കണ്ടു. എനിക്കത് ആ ഒരു കാര്യം മാത്രം എനിക്ക് ഷുവർ അല്ല കേട്ടോ, നമുക്കൊന്നുകൂടി ചെക്ക് ചെയ്യാം. അപ്പം അവരെ കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്താ പറയുന്നത് ഒരു കോമ്പൻസേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സപ്പോർട്ട് അവിടെ നിന്ന് കിട്ടുന്നതാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, മാക്സിമം ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന എവിഡൻസ് ഒക്കെ ഗ്യാദർ ചെയ്ത് വെക്കാൻ പറ്റുമെങ്കിൽ നമുക്കത് ഫ്യൂച്ചറിലേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോയി കഴിയുമ്പോൾ
നമുക്കത് ശരിക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. മീൻസ് ഇപ്പോൾ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഒരു CCTV ഒക്കെ ഉള്ള ഏരിയയിലേക്കൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ആ വിഷ്വൽസ് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ANIയിൽ നമ്മൾ പ്രോപ്പറായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്കൊരു എവിഡൻസ് ആയിട്ട് വെക്കാൻ പറ്റും. മെഡിക്കൽ റിപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ നമുക്ക് അവിടെ സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അവർ യൂസ് ചെയ്യുന്ന വേർഡ്സുകൾ എന്താണ് അവർ പറയുന്നതെന്നൊക്കെ ഒന്ന് നോട്ട് ചെയ്തൊക്കെ വെക്കാൻ നമ്മളെ കൊണ്ട് പറ്റുവാണെങ്കിൽ, ഡിപ്പെൻസ്, നമ്മുടെ മാനസികാവസ്ഥ പോലെ ഇരിക്കുമല്ലോ, അതിനൊക്കെ നമുക്ക് പറ്റുവാണെങ്കിൽ അതെല്ലാം നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും ഇങ്ങനെയുള്ളൊരു കാര്യത്തിലേക്കൊക്കെ പോയി കഴിയുമ്പോൾ. അപ്പോൾ ഒരു തല്ല് കിട്ടിക്കഴിഞ്ഞാൽ വെറുതെ തല്ല് കിട്ടി വീട്ടിൽ പോയി ഇരിക്കുക എന്നൊരു ഓപ്ഷൻ മാത്രമല്ല ഉള്ളത്. നമുക്കതിന് മീൻസ് അത് നമ്മളിവിടെ ഇത്രയൊക്കെ എമൗണ്ട് ഒക്കെ പേ ചെയ്തൊരു ലീഗൽ വിസയിൽ ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ളൊരു ഉത്തരവാദിത്തം ഈ കൺട്രിക്കും ഉണ്ട്. അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഈ കൺട്രിയിൽ ഉണ്ട് താനും. നമ്മളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്ന് മാത്രമാണ് ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒരു അവയർനെസ് എന്നുള്ള രീതിയിൽ ഞാൻ ഷെയർ ചെയ്തെന്നേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഓക്കെ, ഇത് ആർക്കെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആവുമെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പം ഇത് ഉപകാരപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം. പിന്നെ അതുപോലെ ഇത് ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് തോന്നുവാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.